കെ ഫിറോസ് കൂടി ചേരുന്നുണ്ട്. ശ്രീ ഫിറോസ്, ലീഗിന് മാറി ചിന്തിക്കേണ്ടി വരുമെന്നാണ് ഇ.പി. ജയരാജൻ വീണ്ടും പറയുന്നത്. എന്താണ് താങ്കളുടെ പ്രതികരണം? ഒന്നാമത് തലച്ചോറ് അദ്ദേഹത്തിന് പാർട്ടി കൊടുത്തിട്ടില്ലല്ലോ. ലീഗ് എങ്ങനെ ചിന്തിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ലീഗാണ്. ലീഗിന്റെ നിലപാട് എന്താണ് എന്നതിനെ സംബന്ധിച്ച് എന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. ഐക്യ ജനാധിപത്യത്തിനെ ശക്തിപ്പെടുത്തി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഐക്യമുന്നണിയെ ശക്തിപ്പെടുത്തുക എന്ന നിലപാടുമായി അതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് പാർട്ടി മുന്നോട്ട് പോകുന്ന ഒരു സന്ദർഭമാണിത്. മറിച്ചുള്ള എന്തെങ്കിലും പ്രസ്താവനകളെ ലീഗ് അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുക എന്നുള്ളതാണ് ലീഗിന്റെ നിലപാട്. പൂർണ്ണമായിട്ട് അത്തരത്തിൽ ഇപ്പൊ പല വിഷയങ്ങളിലും കോൺഗ്രസ് എടുക്കുന്ന ഇല്ലെങ്കിൽ മുന്നണിക്കകത്തെ മറ്റു ഘടകകക്ഷികൾ എടുക്കുന്ന തീരുമാനങ്ങളോട് ലീഗിന് പൂർണ്ണമായിട്ട് യോജിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ സാധിക്കുന്നുണ്ടോ? ഇനി അതല്ല, ലീഗ് പൂർണ്ണമായ അല്ലെങ്കിൽ പോലും ചെറിയൊരു ഗ്രൂപ്പിനെങ്കിലും അടർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ അത് CPM-നെ സംബന്ധിച്ച് വലിയ ലാഭമുണ്ടാക്കില്ലേ? അത്തരത്തിലുള്ള എന്തെങ്കിലും തമാശയായിട്ടാണ് ഞാൻ കാണുന്നത്. ലീഗിന്റെ ഒരു ഗ്രൂപ്പിനെ അടർത്തിയെടുക്കാന്നൊക്കെ ഉള്ളത് 2024 പുലർന്നതിന് ശേഷം കേട്ട ഏറ്റവും വലിയ ഒരു തമാശയായിട്ടാണ് പോകുന്നത്. അല്ല, അതെന്തുകൊണ്ടാ പറഞ്ഞതെന്ന് വെച്ചാൽ കഴിഞ്ഞ മീറ്റിംഗിൽ ലീഗിനെ ക്ഷണിച്ചതില് മീറ്റിംഗിൽ തീരുമാനിക്കാം, അവിടെ നിഷേധിച്ചില്ല. അവിടെ PM സലാം ഒന്നും അതിനെക്കുറിച്ച് യാതൊന്നും പറഞ്ഞില്ല. മീറ്റിംഗ് നടത്തട്ടെ എന്നാണ് പറഞ്ഞത്. ഒറ്റയടിക്ക് എന്തുകൊണ്ട് നോ പറഞ്ഞില്ല? അല്ല, മുസ്ലിം ലീഗിനെ കുറിച്ച് അറിയുന്നവർക്കറിയാം, മുസ്ലിം ലീഗ് എപ്പോഴും നയപരമായ കാര്യങ്ങളിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്ന ഒരു പാർട്ടിയാണ്. അത് ഓരോ വിഷയങ്ങൾ വരുമ്പോ അത് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണെങ്കിൽ ചർച്ച ചെയ്യും, ചർച്ച ചെയ്യേണ്ടതില്ലാത്ത വിഷയങ്ങളാണെങ്കിൽ ചർച്ച ചെയ്യും. അല്ല, അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. ഈ വിഷയത്തിൽ ഇ.പി. ജയരാജൻ വിളിച്ചപ്പോൾ അത് ചർച്ച ചെയ്തു ലീഗ് എന്നുള്ള കാര്യങ്ങൾക്ക് ഒരു പാർട്ടി ഒരു ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നൊക്കെ പറയുന്നതിനൊക്കെ വേറെ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നത് നിങ്ങളുടെ വ്യാഖ്യാനത്തിനുള്ള കുഴപ്പങ്ങൾ കൊണ്ടാണ്. അതായത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിലും അങ്ങനെ തന്നെയാണ്. പാർട്ടിയുടെ ചരിത്രത്തിൽ എടുത്ത് പരിശോധിച്ചാൽ അത്തരം കാര്യങ്ങളിലൊക്കെ ലീഗ് എടുത്ത നിലപാടിൽ അന്നും ഇന്നൊന്നും ഒരു മാറ്റമില്ല. അപ്പോൾ പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നൊക്കെ പറയുന്നതിന് മറ്റു വ്യാഖ്യാനങ്ങൾ നൽകുന്നതിനാണ് കുഴപ്പമുള്ളത്, അല്ലാതെ പാർട്ടിക്കല്ല കുഴപ്പം. ബാബരി മസ്ജിദ് വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടിനോട് താങ്കൾ പൂർണ്ണമായി യോജിക്കുന്നുണ്ടോ? ഏത് വിഷയമാണ്? ബാബരി മസ്ജിദോ? ബാബരി മസ്ജിദ് വിഷയത്തിൽ കോൺഗ്രസ് ഇപ്പൊ എന്ത് നിലപാടെടുത്തത്? അതിലെന്താണ് എതിർക്കേണ്ടത്? അല്ല, ഞാൻ താങ്കളുടെ അഭിപ്രായമാണ്. പൂർണ്ണമായി യോജിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ചോദിച്ചത്. കോൺഗ്രസ് എടുത്ത നിലപാടിനെ എല്ലാവരും സ്വാഗതം ചെയ്തില്ല. അതൊരു രാഷ്ട്രീയ വിഷയമാണ്. ലീഗ് പറഞ്ഞ നിലപാടിനോട് യോജിക്കുന്ന ഒരു നിലപാടല്ലേ കോൺഗ്രസ് എടുത്തത്? BJP-യുടെയും RSS-ന്റെയും രാഷ്ട്രീയവൽക്കരണത്തെ ശക്തമായി എതിർക്കുന്ന നിലപാടല്ലേ കോൺഗ്രസ് സ്വീകരിച്ചത്? എല്ലാവരും സ്വാഗതം ചെയ്തതല്ലേ? അല്ല, എല്ലാവരുടെയും കാര്യം മനസ്സിലായി. ലീഗിന്റെ പ്രതികരണമായിരുന്നു അറിയേണ്ടത്. നന്ദി ശ്രീ ഫിറോസ്.